എല്ലാവർക്കും നമസ്കാരം. എല്ലാവരും സുഖമായിരിക്കുന്നുവെന്ന് വിശ്വസിക്കുന്നു. ഇന്ന് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത് പഴം പുളിശ്ശേരിയാണ്. ഇതിനു വേണ്ടി ഒരു പഴുത്ത ഏത്തയ്ക്ക തൊലി കളഞ്ഞ് നാലായി കീറി അകത്തെ കുരുവും കറുത്ത ഭാഗവും ചെത്തിക്കളഞ്ഞ് 1 ഇഞ്ച് നീളത്തിൽ അരിയുക. ആദ്യം നമുക്ക് ഏത്തയ്ക്ക വേവിക്കാം. അതിനായിട്ട് ഒരു കുഴിഞ്ഞ പാത്രം ഗ്യാസിൽ വെച്ച് അതിലേക്ക് അരിഞ്ഞു വെച്ചിരിക്കുന്ന ഏത്തയ്ക്ക ഇടുക. അതിലേക്ക് 2 പച്ചമുളക്, കുറച്ച് കറിവേപ്പില, 1/2 ടീസ്പൂൺ ഉപ്പ്, 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1/2 ടീസ്പൂൺ കാശ്മീരി ചില്ലി പൗഡർ, ഏത്തയ്ക്ക വേവാൻ ആവശ്യമായ കുറച്ച് വെള്ളം, ഇത്രയും ചേർത്ത് ഗ്യാസ് ഓൺ ചെയ്യുക. അത് നന്നായിട്ട് മിക്സ് ചെയ്ത ശേഷം പാത്രം അടച്ചു വെച്ച് ഏകദേശം 5 മിനിറ്റ് വേവിക്കുക. ഏത്തയ്ക്ക വേവുന്ന സമയം നമുക്ക് അരപ്പുണ്ടാക്കാം. അതിനായിട്ട് ഒരു മിക്സിയുടെ ജാറിൽ 1 കപ്പ് തേങ്ങ ചിരുകിയത്, 1/2 ടീസ്പൂൺ ജീരകം ഇതുകൂടിയിട്ട് അല്പം വെള്ളം ഒഴിച്ച് പേസ്റ്റ് പോലെ അരച്ചെടുക്കുക. ഏത്തയ്ക്ക വെന്ത് കഴിയുമ്പോൾ അടപ്പ് മാറ്റി അരപ്പ് ഒഴിക്കുക. നന്നായിട്ട് ഇതിളക്കുക. കറി ചെറുതായിട്ട് തിളയ്ക്കാൻ തുടങ്ങുമ്പോൾ തീ ലോ ഫ്ലെയിമിലിട്ട് അതിലേക്ക് 1/4 ടീസ്പൂൺ ഉലുവപ്പൊടി ചേർക്കുക. 2 കപ്പ് തൈര് നന്നായിട്ട് കട്ടയുടച്ചതും കൂടി ചേർക്കണം. ഇത് നന്നായിട്ട് മിക്സ് ചെയ്യുക. പുളിശ്ശേരിക്ക് മധുരം നിങ്ങൾക്ക് ആവശ്യമാണെങ്കിൽ 1 ടീസ്പൂൺ പഞ്ചസാരയും ചേർക്കാം. ഉടനെ ഗ്യാസ് ഓഫ് ചെയ്യുക. ചൂട് കൂടിപ്പോയി കഴിഞ്ഞാൽ തൈര് പിരിഞ്ഞു പോകാൻ സാധ്യതയുണ്ട്. കറി മാറ്റി വെച്ച ശേഷം നമുക്ക് കടുക് താളിക്കാനായിട്ട് ഒരു പാത്രം ഗ്യാസിൽ വെച്ച് ചൂടാക്കുക. അതിലേക്ക് 2 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിക്കുക. എണ്ണ ചൂടാകുമ്പോൾ അതിലേക്ക് 1/2 ടീസ്പൂൺ കടുക്, 4 വറ്റൽമുളക്, കുറച്ച് കറിവേപ്പില ഇതെല്ലാം കൂടി ഇട്ട് മൂപ്പിക്കുക. ഇത് കറിയിലേക്ക് ഒഴിക്കുക. നന്നായിട്ട് ഇളക്കി കറി സെർവ് ചെയ്യാവുന്നതാണ്. ഈ റെസിപ്പി എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിശ്വസിക്കുന്നു. ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്.